അങ്ങനെ ഈ മാൻകുഞ്ഞിന് കുറുക്കൻ പിടിച്ചു കഴിഞ്ഞ ഉടനെ ഈ അമ്മമാൻ ഓടി വന്നിട്ട് ഇവനെ ഇടിച്ചു. തിരിച്ച് അറ്റാക്ക് ചെയ്തേക്കാം. പക്ഷെ അതൊന്ന് കുഞ്ഞിന്റെ ജീവന് വേണ്ടിയിട്ട് ഒരു അമ്മയുടെ ഒരു വെപ്രാളം എന്ന് പറയുന്നത്, ഒരു കുറുക്കൻ ഒരു മാൻകുഞ്ഞിനെ പിടിച്ചപ്പോ വേദനിച്ച ഞാൻ ഈ ചീറ്റപ്പുലി ഈ മാൻകൂട്ടത്തിനെ അറ്റാക്ക് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്നതിൽ അസ്വസ്ഥനാവാൻ തുടങ്ങി. വേട്ടയ്ക്ക് വേണ്ടി കാത്തിരുന്ന് ഒന്നും നടക്കാതെ നിരാശരായിട്ട് മൂവ് ചെയ്ത ഞങ്ങളെ കാത്ത് പക്ഷെ വേറൊരു കൗതുകം കാത്തിരിപ്പുണ്ടായിരുന്നു. ജിറാഫുകളെയൊക്കെ കണ്ട സന്തോഷം അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നീങ്ങി. അപ്പോഴാണ് തികച്ചും അവിചാരിതമായിട്ട് ഞങ്ങളുടെ മുന്നിലൂടെ, വണ്ടിയുടെ മുന്നിലൂടെ ഒരു തോംസൺ ഗസൽ മാനുണ്ടല്ലോ, നമ്മുടെ വയറ്റില് വെള്ളയും കറുപ്പും വരെയുള്ള ഭംഗിയുള്ള മാൻ, ചെറിയ മാനുകളാണ്. ഒരു മാൻകുട്ടി ഞങ്ങളുടെ വണ്ടിയെ ക്രോസ് ചെയ്ത് ഓടി. ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു. അയാൾ എന്തോ സ്മെല്ല് ചെയ്തിട്ടുണ്ട്. ജീവന് വേണ്ടിയിട്ടുള്ള ഓട്ടമാണ് മാൻകുട്ടിയുടെ എന്നുള്ളത് അയാൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവണം. പുറകെ ഒരു കുറുക്കൻ, അതായത് ബ്ലാക്ക് ബാക്ക്ഡ് ജാക്കൽ ഈ മാൻകുട്ടിയെ ഓടിക്കുകയാണ്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്ലാക്ക് ബാക്ക്ഡ് ജാക്കൽ എന്ന് പറയുന്നത് ഈ കുറുക്കൻ, നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ കുറുക്കൻ, പക്ഷെ കുറുക്കന്റെ മുതുകില്, മുകളില് മുതുകില് ഇങ്ങനെ ബ്ലാക്ക് കളറിൽ ഒരു പാച്ച് ഉണ്ട്, ഹെയറി ആയിട്ടുള്ള ഒരു പാച്ച് ഉണ്ട്. അത് അങ്ങനെ വാലിലേക്ക് കണ്ടിന്യൂ ചെയ്യും. അതുകൊണ്ടാണ് അതിനെ ബ്ലാക്ക് ബാക്ക്ഡ് ജാക്കൽ എന്ന് പറയുന്നത്. പുറത്ത് കറുപ്പ് നിറമുള്ള പാച്ച് പോലെ പ്രൊജക്റ്റ് ചെയ്യുന്ന പുറമുള്ള കുറുക്കൻ. അപ്പൊ ഈ കുറുക്കന്മാര് സാധാരണ സ്കാവഞ്ചേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് വലിയ മറ്റു മൃഗങ്ങൾ, പുലി, സിംഹമൊക്കെ വേട്ടയാടി പിടിച്ച മൃഗങ്ങളുടെ അവര് തീറ്റ കഴിഞ്ഞിട്ട് പോകുമ്പോൾ ബാക്കിയാവുന്ന ആ ഉച്ഛിഷ്ടം ഭക്ഷിക്കുന്ന മൃഗങ്ങളാണ് കുറുക്കൻ, ഹൈന ഒക്കെ. ഇവര് ബാക്കിയാക്കുന്ന ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. മാത്രമല്ല ഇവര് പരമാവധി വല്ല മുയലിനെയോ അങ്ങനെ വല്ല കാട്ടുകോഴീനെയൊക്കെ ആയിരിക്കും ഓടിച്ചിട്ട് പിടിക്കുന്നത്. അല്ലാതെ ഒരു വേട്ടയാടൽ ഈ കുറുക്കന്മാര് പതിവില്ല. അപ്പൊ ഇന്നത്തേത് വെച്ച് കഴിഞ്ഞാൽ ഒരു മാനിനെ കുറുക്കൻ വേട്ടയാടുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നടക്കാത്ത കാര്യമാണ് എന്നാണ് ഹെർമെസും ഗൈഡും ഒക്കെ പറയുന്നത്. കുറുക്കന്മാർ സാധാരണ അങ്ങനെ ഹണ്ട് ചെയ്യില്ല. അപ്പോൾ അതൊരു മാനിനെ കുറുക്കൻ ഒരിക്കലും ഹണ്ട് ചെയ്യില്ല. അപ്പൊ ഇതൊരു കുഞ്ഞു ഒരു മാൻകുട്ടിയാണ്. ഈ മാൻകുട്ടിയുടെ പുറകെ ഈ കുറുക്കൻ ഓടുകയാണ്. അപ്പൊ നമ്മളെല്ലാവരും ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ടായിരിക്കണം, ഈശ്വര കുറുക്കന് കിട്ടില്ലേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ തൊട്ട് പിന്നാലെ നോക്കുമ്പോൾ വലിയൊരു മാൻ, അത് ഈ തോംസൺ ഗസലിൽ തന്നെ വലിയൊരു മാൻ, ഈ കുഞ്ഞു മാനിന്റെ അമ്മയാണ്. ഈ മാനമ്മ ഈ കുറുക്കന്റെ പുറകെ ഓടിച്ചെല്ലും. അപ്പോൾ കുറുക്കൻ പക്ഷെ അപ്പോഴേക്കും ഈ മാൻകുഞ്ഞന്റെ കഴുത്തിൽ കയറി പിടിച്ചു. അതൊരു ഭയങ്കര റെയറായിട്ടുള്ള കാഴ്ചയാണെന്നാണ് ഗൈഡൊക്കെ ഭയങ്കര ഹാപ്പി, കാരണം ഇത് ഒരിക്കലും കാണാത്തൊരു കാഴ്ചയാണ്. അപ്പൊ ഹെർമിസ് പറയുന്നത് റീസെന്റ് ആയിട്ട് ഈ വൈൽഡ് ആനിമൽസിന്റെ സ്വഭാവത്തിലൊക്കെ വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞത്. അത് എവല്യൂഷന്റെ ഭാഗമാണല്ലോ. അവരും നമ്മളൊക്കെ എവല്യൂഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ അതിനുള്ളിൽ ജീവിക്കുന്നതുകൊണ്ട് നമ്മൾ അറിയാത്തതാണ്. കോടിക്കണക്കിന് വർഷങ്ങൾ, ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടായിരിക്കും നമ്മൾ വാലുണ്ടായിരുന്ന കുരങ്ങിൽ നിന്ന് വാലില്ലാത്ത ഭൂമിയിൽ നടക്കുന്ന കുരങ്ങിലേക്ക് മാറുന്നത്. അതിൽ നിന്നും കുറെ കഴിഞ്ഞിട്ടാണ് ഈ ദേഹത്തെ രോമങ്ങളെല്ലാം കൊഴിഞ്ഞു പോയത്. അതിൽ നിന്നും കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ കൃഷി ആരംഭിച്ചത്. അപ്പൊ എവല്യൂഷൻ എന്ന് പറയുന്നത് ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ ആ എവല്യൂഷൻ ഇപ്പോഴും നടക്കുന്നുണ്ട്. ആ എവല്യൂഷന്റെ ഭാഗമായിട്ട് മൃഗങ്ങളുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റം ഇത് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അത് പ്രത്യേകിച്ച് ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് എന്ന് പറഞ്ഞാൽ അവര് വളരെ സൂം ചെയ്ത് ഇവരെങ്ങനെ അടുത്ത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അവർക്കത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ കുറുക്കന്മാരുടെയൊക്കെ സ്വഭാവത്തിൽ കുറച്ചുകൂടി അഗ്രസീവ്നെസ് വന്നിട്ടുണ്ട്. അതിന്റെ റിസൾട്ടാണ് ഇതെന്നാണ് ഹെർമെസ് ഒക്കെ പറയുന്നത്. അങ്ങനെ ഈ മാൻകുഞ്ഞിനെ കുറുക്കൻ പിടിച്ചു കഴിഞ്ഞ ഉടനെ ഈ അമ്മമാൻ ഓടി വന്നിട്ട് ഇവനെ ഇടിച്ചു. ആ കൊമ്പ് പോലും ഇല്ലാത്ത ഒരു മാനാണ്. അത് വന്നിട്ട് ഈ കുറുക്കനെ വന്ന് ഇടിച്ചു. കുറുക്കൻ വൈൽഡ് ആനിമൽ, അവനെ അറ്റാക്ക് ചെയ്യുന്ന പ്രെഡേറ്ററെ പോലെയുള്ള ഒരു സാധനമാണ്. അപ്പൊ തിരിച്ച് അറ്റാക്ക് ചെയ്തേക്കാം. പക്ഷെ അതൊന്ന് കുഞ്ഞിന്റെ ജീവന് വേണ്ടിയിട്ട് ഒരു അമ്മയുടെ ഒരു വെപ്രാളം എന്ന് പറയുന്നത്, ഇത് വന്ന് ഇടിക്കുക. അപ്പൊ കുറുക്കൻ ഈ മാനിന്റെ പിന്നാലെ വരും. അപ്പൊ ഈ അമ്മ കുറെ ദൂരത്തേക്ക് ഓടിക്കും. കുറുക്കൻ അതിന്റെ പിന്നാലെ കുറച്ച് പേര് ഓടിയിട്ട് തിരിച്ചു വരും. ഈ കുഞ്ഞ് കിടക്കണം, അതിന് എഴുന്നേക്കണമെന്നില്ല, കഴുത്തിന് നല്ലൊരു കടി കിട്ടിയിട്ടുണ്ട്. വീണ്ടും ഈ കുഞ്ഞിനെ കടിച്ചിട്ട് തൂക്കിയെടുത്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറുക്കൻ നോക്കും. അമ്മ വീണ്ടും വരും. അതൊരു
ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഒരു വിഷ്വൽ. അന്ന് മോജിത്തിന്റെ വൈഫും മോളും മോജിത്തിന്റെ ചേച്ചിയും ബിന്ദു ചേച്ചിയും ഉണ്ട്, അവരൊക്കെ ഭയങ്കര അപ്സെറ്റ് ആയിപ്പോയി. ആ ദിവസം മുഴുവൻ അവരുടെ എല്ലാ മൂടും പോയി ഈ കാഴ്ച കണ്ട്. അവസാനം കുഞ്ഞ് മരിച്ചു, ഈ അമ്മ എന്നിട്ടും വിട്ടുപോകാതെ കുറുക്കനെ പോകാൻ അനുവദിക്കാതെ അവിടെ തന്നെ നിന്ന്. ഞങ്ങൾ കുറെ നേരം അത് ഷൂട്ട് ചെയ്യാൻ നോക്കി നിൽക്കുകയൊക്കെ ചെയ്തു. ഈ ഷൂട്ട് ചെയ്യുമ്പോൾ എഗെയിനുള്ള പ്രശ്നം, ഈ നല്ല pivotal ആയിട്ടുള്ള ഒരു ആക്ഷൻ നടക്കുന്ന സമയത്ത് ഈ ജീപ്പുകാരൻ വണ്ടി എടുക്കും വേറൊരു പൊസിഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതിന്റെ കാരണം അവർക്ക് സ്റ്റില്ലാണ് വേണ്ടത്. അപ്പൊ സ്റ്റിൽ അവർക്ക് ആക്ഷന്റെ പലതും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടാവും, പിന്നെ അടുത്ത ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ട് അവർ പോകണം. പക്ഷെ ഒരു വീഡിയോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ആക്ഷനാണ് ഇമ്പോർട്ടന്റ്. ആ ആക്ഷൻ ത്രൂ ഔട്ട് കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ ഇവര് വണ്ടി എടുക്കുമ്പോൾ ഭയങ്കര ഷെയ്ക്കാണല്ലോ, ഈവണല്ലാത്ത സ്ഥലത്തു കൂടെയാണ് ഓടിക്കുന്നത്. അപ്പൊ ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ്. ഈ ഒന്നാമത് ഈ കാഴ്ച ഉണ്ടാക്കുന്ന ഒരു വിഷമവും ഡിസ്റ്റർബൻസും ഉണ്ട്. അത് പുറമെ ഈ വണ്ടി എടുത്തിട്ട് ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. ഞാൻ എൻ്റെ ദേഷ്യത്തിനെയൊക്കെ ഞാൻ എങ്ങനെ കൺട്രോൾ ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. അതെന്തായാലും ഒരിക്കലും മറക്കാത്ത ഒരു സങ്കടകരമായ കാഴ്ചയാണ്. ബ്ലാക്ക് ബാക്ക്ഡ് ജാക്കൽ എന്ന വില്ലനും ഒരു പാവം ആൺകുട്ടി. അവിടുന്ന് മൂവ് ചെയ്തപ്പോ ഞങ്ങൾ താഴത്ത് കൂടെ പോകുമ്പോ ഇത്തിരി ഹൈറ്റില് ഒരു ഗ്രൂപ്പ് തോംസൺ ഗസൽ മാനുകൾ നിൽക്കുന്നു. അപ്പൊ അതിന്റെ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാൻപേടകള് മുഴുവൻ അന്തം വിട്ട് പുല്ല് തിന്നുകൊണ്ടിരിക്കുക. ഒരു കലമാൻ, അതായത് ഒരു ഗ്രൂപ്പിന് ഒരു ലീഡറാണ് ഉണ്ടാവുക. ആ കലമാൻ ഒരു കോർണറിൽ ഇത്തിരി ഹൈറ്റ് കൂടിയ സ്ഥലത്ത് ഇങ്ങനെ എവിടേക്കോ നോക്കി നിൽക്കുക. കുറച്ച് അപ്പുറത്ത് ഈ കൂട്ടത്തിൽ തന്നെയുള്ള മറ്റൊരു ഇത്തിരി കൂടി നേതാവല്ലാത്ത ഒരു കലമാൻ, അവൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പേടമാനുകള് പുല്ല് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഗൈഡ് പറഞ്ഞു, ഇവിടെ എവിടെയോ ഒരു സിംഹമോ പുലിയോ എന്തോ ഒന്നുണ്ട്. അതിന്റെ ഒരു പ്രസൻസ് ഈ കലമാനുകൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവര് പുല്ല് തിന്നാതെ അങ്ങനെ നോക്കി നിൽക്കുന്നത്. എവിടെ നിന്നാണ് അറ്റാക്ക് വരിക എന്നുള്ളത് നോക്കി കാവല് നിൽക്കണം. അപ്പൊ ഇവിടെ എവിടെയോ എന്തോ ഉണ്ട് എന്ന് വന്നിട്ട് അയാളിങ്ങനെ ഇവരെ ഡിസ്റ്റർബ് ചെയ്യാതെ, ഈ മാൻകൂട്ടത്തിനെ ഡിസ്റ്റർബ് ചെയ്യാതെ ഒരു കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് ഇവരെ ഇങ്ങനെ വലം വെച്ച് പോകുമ്പോ ഞങ്ങൾ ഒരു സൈഡിലെത്തിയപ്പോ അയാൾ പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് ചൂണ്ടി കാണിച്ചു. നോക്കുമ്പോ ഈ മാനുകൾ നിൽക്കുന്ന കുറച്ച് ഹൈറ്റ് ഉള്ള സ്ഥലത്തിന്റെ താഴേക്കുള്ള സ്ലോപ്പില് മറവില് ഒരു ചീറ്റ നിൽക്കുന്നു. ഒരു ചീറ്റപ്പുലി നിൽക്കാണ്. ആ കണ്ണ് കറുത്ത വരെയുള്ള ആള്. അവങ്ങനെ ഈ മാൻകൂട്ടത്തിനെ നോക്കി വെള്ളമറക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങൾ കുറെ നേരം അവിടെ നിന്ന് അവന്റെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു. പക്ഷെ ഒരു അനക്കം പോലും ഇല്ല, പ്രതിമ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവ മൂവ് ചെയ്യണമില്ല. അപ്പൊ ഞാൻ വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു കാര്യം ആലോചിച്ചു. നേരത്തെ ഒരു കുറുക്കൻ ഒരു മാൻകുഞ്ഞനെ പിടിച്ചപ്പോ വേദനിച്ച ഞാൻ, ഈ ചീറ്റപ്പുലി ഈ മാൻകൂട്ടത്തിനെ അറ്റാക്ക് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്നതിൽ അസ്വസ്ഥനാവാൻ തുടങ്ങി. കാരണം നമുക്ക് വേണ്ടത് ഒരു മൂവ്മെന്റ് ആക്ഷൻ ഉണ്ടെങ്കിലേ നമുക്ക് വീഡിയോ കിട്ടുള്ളൂ, വീഡിയോ കാഴ്ചക്കാർക്ക് രസകരമാവുള്ളൂ. അപ്പം ഒരു മർഡർ നടന്നില്ലെങ്കിലും ഒരു മൂവ്മെന്റ് എങ്കിലും ഒരു അറ്റംപ്റ്റ് എങ്കിലും ഉണ്ടാവണമെന്ന് ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ചു. ഈ വണ്ടിയിൽ ക്യാമറ ആയിട്ടിരിക്കുന്ന എല്ലാവരും ആഗ്രഹിച്ചു. പക്ഷെ ചീറ്റ തൽക്കാലം അതിന് തയ്യാറായില്ല. ഞങ്ങൾ 1 മണിക്കൂറോളം അവിടെ കാത്തിരുന്നതിന് ശേഷം കുറച്ചൊക്കെ നിരാശയോട് കൂടിയിട്ട് ആ മാനുകളിലെ ഏതോ ഒരു മാനിന്റെ ജീവൻ രക്ഷപ്പെട്ടതിൽ ആശ്വസിക്കേണ്ടതിന് പകരം ആ കാഴ്ച കാണാൻ പറ്റാത്തതിലുള്ള ദുഃഖത്തോടുകൂടി ഞങ്ങൾ അവിടെ നിന്ന് മാറി. അങ്ങനെ ചീറ്റയുടെ വേട്ടയ്ക്ക് വേണ്ടി കാത്തിരുന്ന് ഒന്നും നടക്കാതെ നിരാശരായിട്ട് മൂവ് ചെയ്ത ഞങ്ങളെ കാത്ത് പക്ഷെ വേറൊരു കൗതുകം കാത്തിരിപ്പുണ്ടായിരുന്നു. അത് നേരത്തെ കണ്ട അസുഖകരമായ കാഴ്ചകളെ ഒക്കെ മറക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കാഴ്ചയായിരുന്നു. അത് 3 സിംഹക്കുട്ടികൾ, അച്ഛൻ സിംഹവും അമ്മ സിംഹവും അടുത്തില്ല. ഈ 3 കുട്ടികളെ വെച്ചാൽ 3 മാസം 4 മാസം പ്രായമുള്ള സിംഹക്കുട്ടികളാണ്. ഇത്തിരി വലുപ്പമായിട്ടുണ്ട്. ഈ 3 പേര് ഒരു സ്ഥലത്ത് വിശ്രമിക്കുകയാണ്. അപ്പൊ അതിന്റെ അടുത്തൊക്കെ ചുറ്റും ഈ വണ്ടികൾ പാർക്ക് ചെയ്ത് ഫോട്ടോ എടുപ്പ് വീഡിയോ എടുപ്പൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് ഇത്ര അടുത്ത് ഈ പട്ടികൾ, നമ്മുടെ തെരുവില് പട്ടികൾ കിടക്കുന്നത് പോലെ ആണ് ഈ 3 സിംഹക്കുട്ടികൾ കിടക്കുന്നത്. അവര് ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 മീറ്റർ 5 മീറ്റർ അകലത്തിൽ ഞങ്ങൾ നിൽക്കുന്നുണ്ട്.
അവരവരുടേതായ കളികളിൽ മരക്കമ്പൊക്കെ കടിച്ച്, ശരിക്കും നമ്മുടെ ചെറിയ മനുഷ്യക്കുട്ടികൾ ചെറിയ കുട്ടികൾ കളിക്കുന്നത് പോലെ മരക്കമ്പൊക്കെ കടിച്ച് വലിച്ച് ഒരു കമ്പിന്റെ ഒരറ്റം ഒരാൾ കടിച്ചു കഴിഞ്ഞാൽ മറ്റേ അറ്റം മറ്റേ സിംഹക്കുട്ടി കടിക്കും, പിന്നെ അങ്ങടും വലിക്കും, പിന്നെ മറ്റാള് വിടും. അപ്പൊ ഒരാൾ നിർത്തി ഇങ്ങനെ വായയുടെ ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ കടിച്ചു വെക്കും. നമ്മൾ ഈ ബ്രഷൊക്കെ വെക്കുന്ന പോലെ വെക്കും. പിന്നെ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പ്രസീവ് ഫേസ് ആണ്. ഇടയ്ക്ക് ഷോട്ടിൽ ഒരു സ്ഥലത്ത് ഒരു സിംഹക്കുട്ടി മറ്റേ സിംഹക്കുട്ടിയെ നോക്കിയിട്ട് ചിരിക്കുന്ന പോലെ തോന്നി എനിക്ക്. അതിനി എനിക്ക് മാത്രം തോന്നണതാണോ എന്ന് അറിയില്ല. ശരിക്കും ചിരിക്കുന്ന പോലെ ഇങ്ങനെ ചുണ്ട് ഈ ലിപ്സ് ഇങ്ങനെ മുകളിലേക്കാവും. നമ്മള് ഇമോജിയില് സ്മൈല് വരയ്ക്കുന്ന പോലെ ഇങ്ങനെ ഇത് മുകളിലേക്കാവും. ഭയങ്കര ക്യൂട്ടാണ്. ഞാൻ അത് എത്ര നേരം വേണമെങ്കിലും ഷൂട്ട് ചെയ്യാനും കണ്ടോണ്ടിരിക്കാനും തയ്യാറാ. അങ്ങനെ കുഞ്ഞുങ്ങളെയാണ് ഞങ്ങൾ ആദ്യം കാണുന്നത്. അത് ഇങ്ങനെ അവരുടെ കളികളൊക്കെ കണ്ട് അതൊക്കെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്നുണ്ട് പുറകിലെ ബുഷിന്റെ ഉള്ളിൽ നിന്ന് മൂന്നാമത് ഒരുത്തൻ, ഇതേ പ്രായത്തിൽ തന്നെയുള്ള മൂന്നാമത് ഒരുത്തൻ പുറത്തേക്ക് വരും. അവൻ നേരെ ടുവേർഡ്സ് ക്യാമറയാണ്, ഈ ഹെഡ് ഓൺ ക്യാമറ എന്ന് പറയുന്ന സാധനം. നേരെ ടുവേർഡ്സ് ക്യാമറ ഇങ്ങനെ നടന്നു വന്നു, എന്നിട്ട് നേരെ നമ്മുടെ മുമ്പിലാണ്ട് ഇരുന്നു. എന്നിട്ട് നമ്മൾ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കും, മുഖം മാറ്റുകയില്ല. അത് ഭയങ്കര ക്യൂട്ടാണ്. അപ്പൊ ഈ സിംഹക്കുഞ്ഞുങ്ങളുടെ കാഴ്ചയിൽ ഏറ്റവും രസകരം എന്ന് പറയുന്നത് അച്ഛനമ്മ അവിടെ ഇല്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ 3 പേർക്കും അവർ അദൃശ്യമായിട്ടുള്ളൊരു അതിർത്തി വരച്ചു കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ മൂത്രം ഒഴിച്ചിട്ടൊക്കെ അതിർത്തി ഫിക്സ് ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. അവള് പട്ടികൾ ചെയ്യും, അവരുടെ അതിർത്തിയുടെ ചുറ്റും അവർ മൂത്രം ഒഴിച്ചു വെക്കുക. അതിന്റെ ഉള്ളിലേക്ക് വേറെ തെരുവ് പട്ടികൾ വരാതിരിക്കാൻ വേണ്ടി. അതുപോലെ സിംഹത്തിനും വല്ല സൂത്രം ഉണ്ടോന്ന് അറിയില്ല. ഈ കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന ആ സർക്കിളിൽ നിന്ന് മാറിയിട്ടല്ല, അതിന്റെ ഉള്ളിൽ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നടക്കും, അവിടെ കിടക്കും. അത് ഞാൻ ഈ യാത്രയിൽ ഷൂട്ട് ചെയ്തതിലെ ഏറ്റവും ക്യൂട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒരുപാട് എക്സ്പ്രഷൻസ് ഉണ്ട്. അപ്പൊ കുറെ സന്തോഷമായി. അതിന്റെ സിംഹക്കുട്ടികളെ കണ്ട് അവരെ കൂടെ അമ്മയും അച്ഛനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് തോന്നും. ഇവരെ കളികളൊക്കെ ഉണ്ട്, ചിലപ്പോ ഇങ്ങനെ കുത്തി മറിയൊക്കെ ചെയ്യും രണ്ടുപേരും കൂടിയിട്ട്. അത് കഴിഞ്ഞ് അവിടുന്ന് ഞങ്ങൾ വീണ്ടും മൂവ് ചെയ്തു. അങ്ങനെ പോയിക്കൊണ്ട് നേരത്തെ തലേദിവസം ഈ ജീപ്പൊക്കെ കുടുങ്ങിയ ഒരു പുഴയുണ്ടല്ലോ, ഒരു വൈൽഡ് സ്ട്രീമില് ജീപ്പൊക്കെ കുടുങ്ങിയിരുന്നു. ആ സ്ട്രീമിന്റെ അവിടെ നമ്മൾ ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ കാട്ടാനകളുടെ ഒരു വലിയ കാട്ടാന, ആഫ്രിക്കൻ കാട്ടാന ഇങ്ങനെ ഇറങ്ങി വന്നു. അത് നേരെ ഹെഡ് ഓൺ ക്യാമറ വരികയാണ്. നമ്മൾ ഈ വണ്ടിയുടെ നേരെ നമ്മളൊന്ന് പേടിച്ചു ഇങ്ങോട്ട് വരിക. പക്ഷെ അത് പുഴയുടെ അക്കരെയാണ്. പുഴ എന്ന് പറഞ്ഞാൽ ഒരു 4-5 മീറ്റർ വീതിയുള്ള പുഴയാണ്. ഈ 5 മീറ്റർ 6 മീറ്റർ അപ്പുറത്ത് ഈ ആന വന്നു. എന്നിട്ട് തല കൊണ്ട് ഒരു കുലുക്കല് നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു പെർഫോമൻസ് ഒക്കെ നടത്തിയിട്ട് അവൻ അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോ പുറകെ ഉണ്ടാ ഒരു കുഞ്ഞ ആനക്കുട്ടി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആനകളുടെ മാലാഖയാണെന്ന് തോന്നും. ചിറക് പോലെയാണ് ചെവി, നമ്മളുടെ ആനകളുടെ ചെവി പോലെയല്ല. ഇതിങ്ങനെ ശരീരത്തോട് ഇങ്ങനെ ഒട്ടിയിരിക്കും. എന്നിട്ട് ഇത് അങ്ങോട്ട് വിടർത്തുമ്പോ ഒരു പക്ഷി ചിറക് വിടർത്തുന്ന പോലെ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പൊ ആ ആനക്കുട്ടി വന്നു. പിന്നെ അതിനെ ഫോളോ ചെയ്തിട്ട് ഒരു 5-8 ആനക്കൂട്ടം വന്നു. അവര് വന്ന് ഈ പുഴയുടെ തീരത്ത് വന്ന് വെള്ളമൊക്കെ കുടിച്ച്, ചിലർ കുടിച്ചില്ല. അങ്ങനെ അവരൊരു പാസ് ചെയ്യുന്ന ഒരു വഴിയാണ്. ആ വഴി കൂടെ അവരിങ്ങനെ വന്ന് നമ്മൾക്കൊരു നോട്ടമൊക്കെ തന്നിട്ട് ക്രോസ് ചെയ്തു. അങ്ങനെ അവിചാരിതമായിട്ട് കാട്ടാനകളുടെ ആ ഒരു കൂട്ടത്തിനെ കാണാൻ പറ്റി. ഈ ആനക്കൂട്ടത്തിനെ കണ്ട് ഞങ്ങള് ഈ പുഴ ക്രോസ് ചെയ്ത് കയറുമ്പോഴാണ് ഞങ്ങളുടെ മോചിത്തം ഗ്രൂപ്പൊക്കെ അവരുടെ ഫാമിലിയൊക്കെ കയറിയ ജീപ്പ് മുന്നിൽ പോയി കഴിഞ്ഞു. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ജീപ്പ്, ഒരു ലാൻഡ് ക്രൂയിസർ വണ്ടി വേറൊരു ഡയറക്ഷനിലുള്ള ഒരു റോഡിൽ കൂടെ ഫുൾ സ്പീഡിൽ പോകുന്നുണ്ട്. അത് കണ്ട ഉടനെ ഹെർമിസ് പറഞ്ഞു അവന്റെ പുറകെ വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ആ വണ്ടിയുടെ പുറകെ ഞങ്ങളുടെ വണ്ടിയും പോവാണ്. ആ വണ്ടി എന്ന് പറയുന്നത് സാധാരണ ആ വഴിയിൽ പോകുന്നതിന്റെ ഒരു 4 ഇരട്ടി സ്പീഡിലാണ് പോകുന്നത്.
നമ്മുടെ ഡ്രൈവറും അതേ സ്പീഡിൽ പോവാണ്. അപ്പൊ ഞാൻ ചോദിച്ചാൽ എവിടേക്കാണ് നമ്മൾ ഈ മരിച്ചുകൊണ്ട് എന്തിനാ? അപ്പൊ ഹെർമിസ് പറഞ്ഞ എന്താണെന്ന് എനിക്കും അറിയില്ല. ഞാൻ ആ വണ്ടി ആ സ്പീഡിൽ പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്തോ ലെപ്പേർഡിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവും. ലെപ്പേർഡിനെ കാണാൻ ബുദ്ധിമുട്ടാണ്. അത് എപ്പോഴും ഗുഹയുടെ ഉള്ളിലും കാടിന്റെ ഉള്ളിലൊക്കെ പുറത്തധികം വരില്ല. ലെപ്പേർഡിനെ കണ്ടാൽ മാത്രമേ ആ വണ്ടി അത്രയും സ്പീഡിൽ പോവുള്ളൂ. അതായത് ഈ ഹെർമിസിന്റെ പാർട്ട്ണർ ഉണ്ട് ഒരു മസായി, അദ്ദേഹത്തിന്റെ വണ്ടിയും അദ്ദേഹത്തിന്റെ ഡ്രൈവറുമാണ് ആ പോയത്. അദ്ദേഹം ഇല്ലേത്. അപ്പൊ അദ്ദേഹത്തിന് എവിടുന്നോ ഇൻഫർമേഷൻ കിട്ടിയിട്ട് ഈ ഡ്രൈവറെ വിളിച്ചിട്ട് ഈ ഡ്രൈവർ അങ്ങോട്ട് പോവാണ്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് ആ വേഗതയിൽ വണ്ടി പോകുള്ളൂ എന്നുള്ളത് ഹെർമിസിന്റെ പരിചയം കൊണ്ട് അറിയാവുന്നതുകൊണ്ട് ഞങ്ങളുടെ വണ്ടി അതിനെ ചേസ് ചെയ്തു. അപ്പൊ ഞങ്ങൾക്ക് ടെൻഷനായി. കാരണം മോചിത്തിനെയും കൂട്ടരെയൊന്നും വിളിക്കാൻ ഫോണില് റേഞ്ച് ഇല്ല. ഞങ്ങള് അടിച്ച് പൊളിച്ച് ഇതിന്റെ പിന്നാലെ പോയി. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ പുറകിൽ മറ്റേ മോചിത്തൊക്കെ കയറിയ വണ്ടി വരും. കാരണം ഈ ഡ്രൈവേഴ്സിനൊക്കെ അറിയാം ഇങ്ങനെ ഒരു വണ്ടി പോകുന്നുണ്ടെങ്കിൽ എന്തോ കാര്യം ഉണ്ടാവും. അവനും ഇതിനെ ഫോളോ ചെയ്ത് വന്നു. അങ്ങനെ ഞങ്ങളൊരു സ്ഥലത്ത് നിന്ന് അപ്പൊ ഒരു വലിയ കിടങ്ങ് പോലെ താഴെ ഒരു വലിയ കിടങ്ങാണ്. ആ കിടങ്ങിന്റെ കരയില് വണ്ടികൾ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയൊന്നും നിർത്താൻ സ്ഥലമില്ല, അത്രയും വണ്ടികളുണ്ട്. അങ്ങനെ ഒരു വണ്ടി മാറിയ സമയത്ത് ഞങ്ങൾക്ക് ആ ഗ്യാപ്പ് കിട്ടി. ഞങ്ങൾ അതിലേക്ക് കയറി. അഗൈൻ അവിടെ ഒരു നോർത്ത് ഇന്ത്യൻ ആൾക്കാർ, ഒരു നോർത്ത് ഇന്ത്യൻ ഗ്യാങ് അവരുടെ വണ്ടിയും കിടക്കണ്ടായിരുന്നു കയറാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ കയറിയപ്പോൾ ഇവർ കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങി. ഞങ്ങളാണ് കയറേണ്ടതെന്ന്. അവര് പുറകിലാണ് കിടക്കണത്. ഞങ്ങളാണ് ആദ്യം വന്നത്. ഞങ്ങളാണ് ആ എടുത്ത വണ്ടി. ഞങ്ങളുടെ ഭാഗ്യത്തിന് ഞങ്ങളുടെ മുമ്പിലുള്ള വണ്ടി എടുത്തു. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട്. അപ്പൊ അവിടെ ബാക്കി എല്ലാവരും വായ്പമാരൊക്കെ ക്യാമറയായിട്ട് നിശബ്ദരായിട്ട് ശബ്ദം ഉണ്ടാക്കാതെ നിൽക്കുന്നിടത്താണ് ഈ നമ്മളുടെ നോർത്ത് ഇന്ത്യൻ ചേട്ടന്മാര് ഒച്ചയും ബഹളം വെച്ച് അവസാനം ആ മസായി ഗൈഡുകൾ ഒരു ഗ്രൂപ്പ് അങ്ങോട്ട് ചെന്നിട്ട് അവരോട് പറഞ്ഞു, പ്ലീസ് ഷട്ടപ്പ്. എന്ത് കാര്യമാണ്? അങ്ങനെ ഞങ്ങളുടെ വണ്ടി മുന്നോട്ട് കയറിയപ്പോഴാണ് താഴെ ഈ കിടങ്ങിന്റെ. അപ്പൊ ഇത് എന്ത് നോക്കിയിട്ടാണ് ഇവരൊക്കെ നിൽക്കണമെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ലേ. നോക്കുമ്പോ ഈ കിടങ്ങില് താഴെ ഓപ്പോസിറ്റ് സൈഡില് നമ്മുടെ പുലിച്ചേട്ടൻ അങ്ങനെ കിടക്കുകയാണ്. ലെപ്പേർഡാണ്. ലെപ്പേർഡിനെ കാണുന്നത് റെയറാണെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഈ ഇതായിട്ടൊന്നും ടൂറിസ്റ്റുകളായിട്ടും ഈ വണ്ടികളായിട്ടും ഒന്നും ലെപ്പേർഡ് അത്ര ഫ്രണ്ട്ലി അല്ല. അതുകൊണ്ട് കാണാൻ സാധ്യതയാണ് ഒരു വലിയ ഒരു കൂറ്റൻ ലെപ്പേർഡ് അപ്പുറത്തെ സൈഡിൽ കിടക്കണം. അപ്പൊ ഒന്നാമത് സന്ധ്യ ആവാറായിട്ടുണ്ട്. അപ്പൊ നല്ല ബ്രൈറ്റ് സൺലൈറ്റ് ഒന്നുമല്ല. അപ്പൊ അതുകൊണ്ട് സൂം ചെയ്യുമ്പോ ഗ്രെയിൻസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരുവിധം ക്ലിയർ ആയിട്ടുള്ള പിക്ചറും വീഡിയോ എനിക്ക് കിട്ടി. അപ്പൊ നേരം സന്ധ്യയോടടുക്കാറായി. അപ്പൊ അവര് തിരിച്ച് ക്യാമ്പിലേക്ക് പോകേണ്ട സമയമായി. ഞങ്ങള് ഈ ലെപ്പേർഡിനെയൊക്കെ കണ്ട് അതിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോ ഒരു രസികൻ പക്ഷി ഇങ്ങനെ പോകുന്നതാണ്. അപ്പൊ ഞാൻ നിർത്തി അത് ഏത് പക്ഷിയാണ്? അപ്പൊ ഹെർമിസ് പറഞ്ഞു അത് ഒരു രസമുള്ള പേരാണ് അതിന്റെ. സെക്രട്ടറി ബേർഡ് എന്നാണ് അതിന് പറയുന്നത്. സെക്രട്ടറി ബേർഡ്. നല്ല നീളമുള്ള കാലുകള്, കറുപ്പും വെളുപ്പും നിറമാണ്. വലിയ സിഇഒമാരുടെ ഒക്കെ സെക്രട്ടറിമാരുടെ വേഷമാണ് ബ്ലാക്കും വൈറ്റും. ബ്ലാക്ക് പാൻസും വൈറ്റ് ഷർട്ടും ഒക്കെയാണ് അവര്. സെക്രട്ടറിക്കാർക്ക് എന്താ പറയുക, ദൈവത്തിനേക്കാൾ ഗമ പൂജാരിക്കാണെന്ന് പറഞ്ഞ പോലെ ഈ സിഇഒനേക്കാൾ ഗമ അയാളുടെ സെക്രട്ടറിമാർക്കായിരുന്നു. ആ ഗമയും അത്രയും പ്രൗഡായിട്ടുള്ള ഒരു നടത്തവുമുള്ള ഒരു പക്ഷി. നല്ല നമ്മുടെ ഒരു കൊറ്റിയേക്കാൾ വലുപ്പം, ഒട്ടകപ്പക്ഷിയേക്കാൾ വലുപ്പം കുറവുമായിട്ടുള്ള ഒരു പക്ഷിയാണ്. നല്ല നീളമുള്ള കാലുകളാണ്. ആ നടത്തവും അതിൻ്റെ ഒരു ആഢ്യത്വവും അട്രാക്റ്റീവുമായിട്ടുള്ള നടത്തമുള്ള സെക്രട്ടറി ബേർഡ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പക്ഷിയുടെ പേര് കേൾക്കുന്നത്, ഇങ്ങനെ ഒരു പക്ഷിയെ കുറിച്ച് കേൾക്കുന്നത്, കാണുന്നത്. അതിന്റെ തലയിൽ ഒരു പൂവ് ഒക്കെ ഉണ്ട്. എനിക്ക് കുറച്ച് ആദ്യ ഒരെണ്ണത്തിനെ കിട്ടിയുള്ളൂ. അതിന്റെ ബാക്ക് ഷോട്ടാണ് കിട്ടിയത്. അപ്പോൾ സങ്കടമായിട്ടിരിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ 4-5 സെക്രട്ടറി ബേർഡുകളുള്ള ഒരു സ്ഥലത്തെത്തി. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല കുറച്ച് ഷോർട്സ് എടുക്കാൻ എനിക്ക് പറ്റി.